Hello everyone, first of all I wish you a very happy Independence Day to all our subscribers, students and friends. Today marks our 78th Independence Day. For us as Indian citizens, today is a special day because we deeply value this occasion and its significances. We live in a country where democracy prevails. We live in a country which is the largest, which is the biggest country, which is the largest democratic republic, secularist and socialist country. I mean, we have all the freedom, we enjoy all the freedom which our nation, which our constitution provides. We have the freedom of speech. We can speak, we can express all our ideas, what we feel. We have the freedom of movement. We can travel anywhere in India without any kind of restriction. No one will stop us. No one will prevent us doing from that. So just think, just realize how fortunate we are because we are living such a secularist, such a democratic country. So we are blessed. We are fortunate. Anyway, today is the day for joy and celebration. But at this moment, we never forget the leaders, the great people who martyred, who sacrificed for us, for providing us such a great liberty. So just take this moment to honor them. Once again, I wish you a very happy Independence Day. എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം കേരളത്തിൽ എത്രമാത്രം സ്വാതന്ത്ര്യ ദിനാഘോഷം നമ്മൾ ആഘോഷിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ നീറ്റലായിക്കൊണ്ട് വയനാട് ജില്ലയിൽ സംഭവിച്ചിട്ടുള്ള മേപ്പാടിയിൽ സംഭവിച്ചിട്ടുള്ള ലാൻഡ് സ്ലൈഡ് ഒരു നീറ്റലായിട്ട് നമ്മുടെ മനസ്സിലുണ്ട്. എല്ലാ വർഷവും ഉള്ളതുപോലെയുള്ള ആഘോഷങ്ങൾ പലയിടങ്ങളിലും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പലയിടങ്ങളിലും പായസ വിതരണവും മറ്റുമൊക്കെ നടക്കുന്നതിന് പകരം ആഘോഷങ്ങൾ ചുരുക്കി അതിലേക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ചിലവുകൾ ഈ ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന അവരുടെ ആശ്രിതരായിട്ടുള്ള ആളുകൾക്കും മറ്റും സഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് പൊതുവേ കാണുന്നത്. നിങ്ങളും അതുപോലെ ചെയ്യണം എന്നുള്ളൊരു അപേക്ഷയാണ് എനിക്ക് പറയാനുള്ളത്. ആഘോഷങ്ങളെ ചുരുക്കുക. ഞാനും ഒരു വയനാട്ടുകാരനാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഈ ദാരുണമായ സംഭവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പല പ്രവർത്തനങ്ങളിലും ഒക്കെ ഇടപെട്ടുകൊണ്ട് കുറേ ദിവസങ്ങൾ അതിൻ്റെ പുറകിലായിരുന്നു. ഇപ്പോഴും അതിൽ നിന്നും അതിൻ്റെ ഒരു വേദനയിൽ നിന്ന് ആർക്കും റിക്കവറാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെ നേരിട്ട് അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട് ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ദൂരെയാണ്. നേരിട്ട് ഞങ്ങളത് ബാധിച്ചിട്ടില്ല എങ്കിലും ഞാനുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി ആളുകൾ, ഒരുപാട് സുഹൃത്തുക്കൾ, അതുപോലെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ ബന്ധുക്കൾ, എൻ്റെ തന്നെ അകന്ന ബന്ധുക്കൾ, നമ്മുടെ എല്ലാത്തിനും അപ്പുറം നമ്മുടെ അടുത്ത വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളൊക്കെ ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ കുടുംബം 3 കുട്ടികളും ആ വിദ്യാർത്ഥിയും അവരുടെ ഹസ്ബൻഡും എല്ലാവരും പൂർണ്ണമായി ഇല്ലാതെയായി. എൻ്റെ തൊട്ട അയൽപക്കത്തുള്ള വ്യക്തിയുടെ മകളും കുഞ്ഞും, ചെറിയൊരു കുഞ്ഞൊഴിച്ച് ബാക്കിയെല്ലാം കുടുംബത്തിലുള്ള എല്ലാവരും പോയി. ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഭാര്യ ഒഴികെ ആ വീട്ടിലെ 10 പേരില്ലാതെയായി. അപ്പോൾ ഇതൊന്നും നമുക്ക് ചിന്തിക്കാനോ ഊഹിക്കാനോ പറ്റുന്നതല്ല. ഈ നഷ്ടം ഉണ്ടായിട്ടുള്ള ആളുകളുടെ വേദനകളൊന്നും വാക്കുകൾ കൊണ്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമേ അല്ല. അത്ര ആഴത്തിലുള്ള മുറിവുകളാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾക്കുണ്ടായിട്ടുള്ളത്. നമ്മുടെ നാട് കണ്ട ഏറ്റവും ദാരുണമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ഒരു ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വേദന തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെങ്ങാനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആഘോഷങ്ങൾക്കെല്ലാം മങ്ങൽ ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും, നമ്മളെക്കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള സഹായങ്ങൾ ദുരിതബാധിതരായിട്ടുള്ള ആളുകൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. അത് ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് സാമ്പത്തികമായുള്ള സഹായങ്ങളാണ്. അവരെയൊക്കെ പുനരധിവസിപ്പിക്കുന്നതിനും അവർക്ക് പഴയ പോലെയുള്ള ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായിട്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന രൂപത്തിലുള്ള സഹായങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ വാർത്തയിലൂടെയും ചാനലിലൂടെയൊക്കെ ഈ ദാരുണമായ സംഭവം
വലിയ രീതിയിൽ കണ്ട് നിങ്ങളുടെയൊക്കെ മനസ്സ് ആ രൂപത്തിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് ഉണ്ടായ സംഭവങ്ങൾ, അതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ കുറേയൊക്കെ അടുത്തറിയാൻ പറ്റിയൊരു വ്യക്തി എന്ന നിലയ്ക്ക് കുറേ കാര്യങ്ങൾ പറയാൻ സാധിക്കും. പക്ഷേ അത് നിങ്ങൾ നിലവിൽ വേദനിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ മനസ്സിലേക്ക് കൂടുതൽ വേദന നൽകുന്നതിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ നിന്നും പൂർണ്ണമായിട്ട് വിട്ടുമാറാൻ സാധിച്ചിട്ടില്ല. മാനസികമായിട്ട് ഇപ്പോഴും ആ ഒരു ധാരണ സംഭവത്തിൻ്റെ ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും ഉറങ്ങുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് അതിങ്ങനെ കടന്നു വരികയാണ്. നിരാലംബരായിട്ടുള്ള അല്ലെങ്കിൽ ഈ ധാരണ സംഭവത്തിന് ഇരയായിട്ടുള്ള ആളുകളുടെ മുഖങ്ങൾ, ആ സംഭവം ഉണ്ടായതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ നിരത്തി വച്ചിരിക്കുന്ന ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി നിരത്തി വച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ, അതിൻ്റെ വിവിധ രൂപങ്ങൾ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും ദാരുണമായിട്ടുള്ള അവസ്ഥകൾ നേരിട്ട് കാണുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ. ഓരോ ശരീരവും ഇങ്ങനെ മൂടി വെച്ചിരിക്കുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ വളരെയധികം കഷ്ടപ്പെടുന്നു. കാരണം അത്രമാത്രം വികൃതമായിരുന്നു പലതും. അതിൽ കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, പല മതവിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട്, പലതരം ആളുകളുണ്ട്. അപ്പോൾ നമ്മളൊക്കെ എത്ര സുരക്ഷിതരാണെന്ന് കരുതുമ്പോഴും നമ്മളൊന്നും തീരെ സുരക്ഷിതരല്ല എന്നുള്ള ഒരു സത്യം കൂടി നമുക്ക് ഇതിൽ നിന്നും ഉൾക്കൊള്ളാൻ സാധിക്കും. ഒരുപാട് അഹങ്കാരത്തോടെ ഞാനൊക്കെ പറയാറുണ്ടായിരുന്നു, ഞാനൊരു വയനാട്ടുകാരനാണെന്ന് പറയാറുണ്ടായിരുന്നു. അതിനൊരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ലോകത്തെവിടെ സഞ്ചരിച്ച് വയനാട്ടിൽ വരുമ്പോഴും ഇവിടുത്തെ ഈ ഒരു അന്തരീക്ഷവും ഒരു കാറ്റും ഒരു തണുപ്പും ഒരു സുഖവുമൊക്കെ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് വേറെ എവിടെ നിന്ന് കിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തരത്തിലൊരു വയനാട്ടുകാരൻ എന്നൊരു അഹങ്കാരം ശരിക്കുണ്ടായിരുന്നു. പ്രകൃതിയോടടുത്ത് അനുഭവിച്ച് പ്രകൃതിയെ തൊട്ടറിഞ്ഞ് ജീവിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ച ആളുകളെന്ന നിലയിൽ അഹങ്കരിക്കാറുണ്ടായിരുന്നു. കേരളത്തിൽ പലയിടങ്ങളിലും പലതരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും, നമുക്കറിയാം ഫ്ലഡ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇവിടെയൊക്കെ ഉയർന്ന സ്ഥലമായതുകൊണ്ട് നമ്മൾ വിചാരിക്കും വയനാട് കുറച്ചുകൂടെ സുരക്ഷിതമാണെന്നുള്ളത്. പക്ഷേ നമുക്കറിയാം താഴ്ന്ന പ്രദേശങ്ങൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രകൃതി ഉണ്ടാക്കുന്നുണ്ട്, ഉയർന്ന സ്ഥലങ്ങളിൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഭൂമിയിൽ ഞാനും നിങ്ങളുമൊന്നും സുരക്ഷിതരാണെന്ന് കരുതുമ്പോൾ പോലും സുരക്ഷിതരല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആർക്കും എന്തും എപ്പോഴും സംഭവിക്കാവുന്ന ഈ ലോകത്ത് നമുക്കാകെ ചെയ്യാൻ സാധിക്കുന്നത് സഹായങ്ങളും സ്നേഹവും ഒക്കെ തന്നെയാണ്. പരസ്പരം സ്നേഹിക്കുക. ഒരു കാരണത്തിൻ്റെ പേരിലോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒന്നിൻ്റെയും പേരിൽ കലഹിക്കാതെ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുക. നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ പരസ്പരം ചെയ്യുക. വിദ്വേഷത്തിൻ്റെ ഒരു ലോകത്തൂടെയാണ് നമ്മൾ ശരിക്കും കടന്നു പോകുന്നത് എന്നുള്ള സത്യം തന്നെയാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നിരന്തരം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചൊരു വലിയ വിഭാഗം ആളുകളുണ്ട്. പക്ഷേ ഈ സംഭവത്തിൽ നിന്നും ഒക്കെ മനസ്സിലാകുന്നത് അതൊക്കെ നമുക്കൊരു തോന്നൽ മാത്രമാണ്. ഇപ്പോൾ ഈ മേപ്പാടിയിലുണ്ടായ സംഭവമൊക്കെ, ആ സംഭവം നടന്ന അന്ന് പുലർച്ചെ മുതൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്ര ആളുകളാണ് സഹായവുമായിട്ട് ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഓടിയെത്തിയിട്ടുള്ളത്. ജാതി നോക്കാതെ, മതം നോക്കാതെ, ഒരു തരത്തിലുള്ള വിവേചനവുമില്ലാതെ ആളുകൾ വരികയാണ് രക്ഷാപ്രവർത്തനത്തിനായിട്ട്. വയനാടിൻ്റെ ഇതര ഭാഗങ്ങൾ, കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് ആരും അവരെ പറഞ്ഞയച്ചതല്ല, അവർ വരികയാണ്. ആരും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഫലം കൊടുക്കുന്നില്ല. അന്ന് ആ സംഭവം നടന്ന 2-3 ദിവസങ്ങളിലൊക്കെ ഈ പറയുന്ന പ്രദേശത്തെ ആയിരക്കണക്കിന് 10,000കണക്കിന് വാഹനങ്ങളും ജനങ്ങളും വന്നിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ മൃതശരീരങ്ങൾ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ മൃതശരീരങ്ങൾ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി അവരുടെ കുടുംബങ്ങൾ, അങ്ങനെ വെറുതെ കാണാൻ വരുന്നവർ, പലതരത്തിലുള്ള ആളുകളും. ആ സമയത്തൊക്കെ ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ആയിരക്കണക്കിന് 10,000കണക്കിന് വരുന്ന ആളുകൾ അവരുടെ വാഹനങ്ങളെയൊക്കെ എത്ര കൃത്യമായിട്ടാണ് ആ പ്രദേശത്തെ അല്ല, രക്ഷാപ്രവർത്തകരായിട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ട് സ്വയം രക്ഷാപ്രവർത്തകരായിട്ട് മാറിയ സാധാരണ ജനങ്ങൾ, പോലീസുകാരല്ല, NDRFകാരല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോഴ്സിൻ്റെയോ മറ്റോ ട്രെയിനിങ് കിട്ടിയ ആളുകളൊന്നുമല്ല. പോലീസിനൊന്നും അവിടെ ഒരു റോളില്ല. പോലീസെന്ന് പറഞ്ഞാൽ പോലീസ് തികയില്ല, അത്രയധികം പോലീസിന് അവിടെ ജോലിയില്ല. പക്ഷേ ആ പോലീസിൻ്റെയൊക്കെ ശ്രമങ്ങളെ കൊണ്ട് ഈ പറയുന്ന ആളുകൾ സ്വയം വന്നിട്ട് സാധാരണ ജനങ്ങൾ അവിടെ വോളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിക്കുകയാണ്. ഈ രാജ്യത്ത് പോട്ടെ, ഈ ലോകത്ത് ഇതുപോലെയുള്ളൊരു കൂട്ടായ്മ എവിടെ ഉണ്ടാവും? ഈ മൃതശരീരങ്ങളൊക്കെ 100 കണക്കിന് മൃതശരീരങ്ങളൊക്കെ ഇങ്ങനെ ഐഡൻറ്റിഫിക്കേഷന് വെച്ച സ്ഥലത്ത് കൃത്യമായി ഓർഗനൈസ് ചെയ്ത് ആളുകൾ വരുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു, പോകുന്നു, ഐഡൻറ്റിഫൈ ചെയ്തതിന് ഫാമിലിക്ക് കൊടുക്കുന്നു, അല്ലാത്തത് അതിന് വേണ്ട സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നു, അവയെ നല്ല വൃത്തിയിൽ സംരക്ഷിക്കുന്നു, അത് കാണാൻ വരുന്ന ആളുകളെ കോർഡിനേറ്റ് ചെയ്യുന്നു. അതേസമയം രക്ഷാപ്രവർത്തനം നടക്കുന്ന ഇടങ്ങളിൽ
വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, അതായത് ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി സിസ്റ്റമാറ്റിക്കായിട്ട് സാധാരണ മനുഷ്യർ, ഒപ്പം നമ്മുടെ സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും എല്ലാതരം ഫോഴ്സുകളുടെയും ശ്രമം എടുത്തു പറയേണ്ടതാണ്. അത് എടുത്തു പറയുമ്പോൾ തന്നെ പറയുകയാണ്, ഇതൊന്നും പെടാതെയുള്ള സാധാരണ മനുഷ്യർ കൈകോർത്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം. ഇത് നമ്മളിപ്പോൾ മാത്രമല്ല, നമ്മുടെ ഫ്ലഡൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. അതായത് നമ്മുടെ നാട് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള കുറേ ആളുകളുള്ള നാടാണ്. എത്ര നല്ല മനുഷ്യരാണ്, മനുഷ്യത്വം എന്താണ്, മനുഷ്യൻ്റെ കൂട്ടായ്മ എന്താണെന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ കേരളത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. എനിക്ക് തോന്നുന്നു ലോകം ഉറ്റുനോക്കുന്ന ഒരുമയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ലോകത്ത് എവിടെയാണെങ്കിലും നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് എന്ത് ദുരിതം വന്നാൽ അവിടെ ഓടിയെത്തി സഹായിക്കുന്ന കാര്യത്തിൽ ഇത്രയും നല്ല മനുഷ്യന്മാർ വേറെ ഇല്ല. അതുകൊണ്ട് ഇതൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഞാൻ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ പോകുന്നില്ല. ഒരു നല്ല സ്വാതന്ത്ര്യദിനം ആഘോഷം നടത്തേണ്ട ഒരു ദിവസമാണ്, പക്ഷേ നമുക്കിത് ഓർക്കാതെ പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാഘോഷം ആശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്. ഇനി മുതൽ നമ്മുടെ ഈ ചാനലിൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ, അതായത് ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടതിൻ്റെ പുറകെ നടക്കുന്നത് കൊണ്ടും അതിൻ്റെ ഭാഗമായിട്ടുള്ള മാനസിക പ്രയാസങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ഇത്രയും കാലം ഏകദേശം ഒരു വലിയ നീണ്ട കാലം ഒരു തരത്തിലുള്ള ക്ലാസ്സുകളൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ ലൈവായി എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ക്ലാസ്സുകളൊക്കെ തടസ്സപ്പെട്ടു പോയിരുന്നു. അതൊക്കെ ഇന്നത്തോട് കൂടിയിട്ട് പതിയെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ്, സ്വാതന്ത്ര്യദിനാശംസകൾ നേരുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ സഹായം നിങ്ങൾ നേരിട്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് നേരിട്ട് സംഭാവന ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരുടെയും ശ്രമം ഈ ഒരു അതിജീവനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവണം എന്ന് വളരെ വ്യക്തിപരമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഞാനും എൻ്റെതായ രൂപത്തിലുള്ള സഹായങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചില കൂട്ടായ്മകളുടെ ഭാഗമായിട്ടുള്ള സഹായങ്ങളൊക്കെ ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അത് നേരിട്ട് അവരിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള നല്ല സോഴ്സിലൂടെ നിങ്ങളത് ചെയ്യുക. പരമാവധി നമ്മുടെ സർക്കാരിൻ്റെ കയ്യിലൂടെ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.